ഇൻസ്റ്റഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന തെരുവ് ഞാൻ പറയുന്നില്ല. അവർക്ക് ബസ്സിൽ പ്രവേശനമില്ല, സ്ത്രീകൾ ബസ്സിലുണ്ട്, സൂക്ഷിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കോഷൻ ബോർഡുകൾ ഇറങ്ങുന്നുണ്ട്. കാരണം പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോൾ സ്ത്രീ കൊണ്ട് പേടിക്കുക എന്നൊക്കെ പറയുന്നത്. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇത് എഴുതി വെക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ റീച്ചിന് വേണ്ടി നടക്കുന്നവർക്കും അതുപോലെ തന്നെ ഞരമ്പ് രോഗികൾക്കും ബസ്സിൽ പ്രവേശനമില്ല എന്ന് എഴുതി വെക്കാൻ പറ്റുന്നില്ല? ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരും അനുഭവിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഡെയിലി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, അത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഞാൻ നാട്ടിലല്ല, ഞാൻ ഡൽഹിയിലാണ്. ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോഴാണെങ്കിലും നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് അധികം ട്രാവൽ ചെയ്യാറ്. ഇപ്പൊ ഞാൻ ജോലിക്ക് പോവാണെങ്കിലും വരാണെങ്കിലും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. എന്നെപ്പോലെ നാട് വിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും ഉണ്ട് നമ്മുടെ നാട്ടില്. അവര് നാളെ എങ്ങാനും വന്നിട്ട് ഇതേപോലെ അവർക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ അവരെ എല്ലാവരും ഒരു സംശയത്തിന്റെ കണ്ണിലൂടെ ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, നീ ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ട്. ഒരാൾ ജെന്യുവൻ ആയിട്ട് ഒരു കൺസേൺ തുറന്നു പറഞ്ഞാൽ പോലും അത് ആൾക്കാർ വിശ്വസിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന പുരുഷന്മാരും പുരുഷന്മാരോട് മോശമായി പെരുമാറുന്ന സ്ത്രീകളും, അതുപോലെ തന്നെ അധികം ആരും പറയാറില്ലെങ്കിലും പുരുഷന്മാരോട് മോശമായി പെരുമാറുന്ന പുരുഷന്മാരും ഉള്ള നാടാണ് നമ്മളത്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ഞരമ്പ് രോഗികൾക്ക് കൊടുക്കുന്ന ലൈസൻസ് പോലെ ആവരുത് ഈ ഒരു കേസും അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയും. ഇനി എന്താ പറയാ, ചിലർ വിചാരിക്കും ഇത് പറ്റിയ അവസരമാണ്, കയറി പിടിച്ചാലും കുഴപ്പമില്ല, ഇവിടെ റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർ വരും. ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണിന്റെ സൈഡിലാണെന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാ വിളിക്കുന്നത്, മാ പാ ദേ പറയുന്നില്ല ഞാൻ. ഒരാൾ അങ്ങനെ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കിട്ടിയതിന്റെ മുകളിൽ ആഘോഷിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ എല്ലാവരും ക്രൂശിക്കപ്പെടേണ്ടി വരിക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു വാർത്തനെ മാക്സിമം ആഘോഷമാക്കുന്നവരാണ് പറയാറുള്ളത്. ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ പെൺകുട്ടികളെയും എല്ലാ സ്ത്രീകളെയും കരിവാരി തേക്കാനുള്ള ഒരു ടൂളായിട്ട് ദയവേത് ആരും യൂസ് ചെയ്യരുത്.